ഞാൻ പറഞ്ഞു. ആ. ചേട്ടാ, നമ്മുടെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? പുതിയ വന്നത് നല്ല പ്രതീക്ഷയുണ്ടോ? എന്താണ്? വളരെ നല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല രീതിയിലാണ് നമുക്ക് സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വന്നിരുന്നെങ്കിൽ നല്ലതാണ്. പിന്നെ KSRTCക്ക് ഗുണകരമാണ്, പ്രൈവറ്റ് ബസ്സുകൾക്കും ഗുണകരമാണ്. വളരെ നല്ലൊരു ഇത് തന്നെയാണ്. സ്വകാര്യ ബസ്സുകൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പുള്ളി ചെയ്യേണ്ടത് തോന്നുന്നത്? റൂട്ടുകളിൽ നല്ല രീതിയിൽ സമയക്രമങ്ങൾ പാലിച്ചോടാനുള്ളത്, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം പുള്ളി തരും. എന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വം തുടങ്ങുകയാണ് എന്നാണ് എന്റെ അഭിപ്രായം. സ്വകാര്യ ബസ്സുകൾക്ക് കുറെ പ്രതിസന്ധി ഉണ്ടല്ലോ, അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുന്ന തോന്നുന്നു? ഉണ്ടാവും, തീർച്ചയായും. പുള്ളി അതിനനുസരിച്ച് വേണ്ട വിധത്തിൽ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും നല്ല രീതിയിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് സ്വകാര്യ ബസ്സുകൾക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത്? റൂട്ടിന്റെ ഇഷ്യൂ, ടൈമിന്റെ ഇഷ്യൂ, പെർമിറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും? പെർമിറ്റ് പുതുക്കി നൽകാത്തത്, അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. റൂട്ടുകൾക്ക് എല്ലാ റൂട്ടുകളിലേക്കും ബസ് സർവീസ് വേണം എന്നുള്ളൊരു ഇതാണ്. സ്വകാര്യ ബസ്സുകൾ വരികയാണെങ്കിൽ കൃത്യസമയം പാലിച്ച് ഓടും എന്നുള്ളൊരു ഇതുണ്ട്. ചെറുകിട റൂട്ടുകളിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പുതുതായിട്ട് സർവീസുകൾ വരുന്നത് ഒരുപാട് ഗുണകരമാണ്. കുറച്ചുകൂടി നേരത്തെ വരണമെന്നായിരുന്നു. അതെ, തീർച്ചയായും. അതെ, കാരണം എല്ലാവർക്കും സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സുകൾ അധികം ഉള്ളത് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും സൗകര്യമായിട്ട് യാത്ര ചെയ്യണം. പുള്ളി നേരത്തെ മന്ത്രിയാവണമെന്നായിരുന്നു അഭിപ്രായം? തീർച്ചയായും. കാരണം ഇപ്പൊ കുറെ നാളായില്ലേ പുള്ളിനെ ഒരാള് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ വന്നത് വളരെയധികം സന്തോഷമുണ്ട്. മന്ത്രി ആന്റണി രാജുവിനെ കുറിച്ച് അഭിപ്രായം, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പുള്ളിക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാണ് ചെയ്തത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിലപ്പോൾ. ഞങ്ങള് സ്വകാര്യ ബസ് എല്ലാ തരത്തിലും കളർ കോഡ് വന്നത്, അങ്ങനെയുള്ള കുറെ ഇതുണ്ട് നമ്മുടെ നാട്ടില്. അതൊക്കെ ഒരുപാട് ഇതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ടാണ്. അതുകൊണ്ട് അത് ചിലപ്പോ പുള്ളിയുടെ വ്യക്തിപരമായ കാര്യമായിരിക്കില്ല, പുള്ളിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. താങ്ക്സ്.